പക്ഷേ ഇതിന് സമാനമായിട്ടുള്ളൊരു മൂവിയായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നെപ്പോളിയനും ആര്യയും തമ്മിൽ അഭിനയിച്ച ആ ഒരു വട്ടാരം എന്ന് പറയുന്ന ശരൺ ഡയറക്റ്റ് ചെയ്ത ആ ഒരു മൂവി. ഇല്ല, ആ ഒരു മൂവീസിൽ നടക്കുന്ന പല സംഭവങ്ങളും ഈ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ലോജിക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. റെപ്പറ്റീഷൻ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ഗാങ്സ്റ്റർ മൂവീസിൽ കണ്ടുമടുത്ത സെയിം സംഭവം തന്നെയാണ് വരുന്നത് എന്നുള്ളത് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിലെ പ്രശ്നമാണ്. പക്ഷെ അതെല്ലാം നോക്കുവാണെങ്കിൽ ഈ ഒരു തൃഷയുടെ ക്യാരക്ടർ എവിടെയും വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മേജർ പ്രശ്നം. ഇവിടെ തന്നെ മേജർ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഒന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, മറിച്ച് ഡിസപ്പോയിന്റ് ആക്കുകയാണെന്നുള്ളത് സിനിമയുടെ വേറൊരു പ്രശ്നമാണ്. ഒരു മേജർ സീക്വൻസസിലൊക്കെ വരുന്ന മ്യൂസിക്സ് അല്ലെങ്കിൽ BGMന്റെ സ്കോറോ ഒന്നും തന്നെ വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളത് സിനിമയുടെ വേറൊരു പ്രധാന പ്രശ്നമാണ്. വലിയ ആക്ഷൻ സീക്വൻസ് ഉണ്ട് ക്ലൈമാക്സിൽ. ആ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു സംഭവമാണ് പിൻവെളി നായകയുടെ പ്ലേസ്മെന്റ്. അതും കൂടെ കണ്ടു കഴിയുമ്പോഴാണ് ഈ ഒരു ഓഡിയൻസിന്റെ മാനസികാവസ്ഥ പിന്നെയും പ്രശ്നത്തിലാവുന്നു എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം. അതെന്താണെന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ടവർക്കറിയാം. സോ ഈ ഒരു മൂവിയിൽ പ്രധാനമായിട്ടും വർക്കൗട്ട് ആവാതിരിക്കാൻ കാര്യം നല്ലൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ നല്ലൊരു മേക്കിങ്ങോ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ നല്ല സീക്വൻസസോ ഒന്നും തന്നെ ഇല്ലാത്തതാണ് എന്നുള്ളതാണ് സത്യം. നായകൻ ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നായകൻ മറക്കും എന്നുള്ളത് ഈ ഒരു കമൽഹാസൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായി ഓർക്കുന്നു. പക്ഷേ ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ നായകൻ എല്ലാവരും ഓർക്കുമെന്നാണ് തോന്നിയത്. കാരണം നായകൻ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് അത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കാൻ ചെയ്യുന്ന ഒരു മൂവിയായിട്ടാണ് തോന്നിയത്.